നമ്മുടെ മുരിങ്ങയുണ്ടല്ലോ ഒരു ഉഷ്ണകാല വിളയാണ്. അതായത് നല്ല ചൂടുള്ള സ്ഥലത്ത്, അതായത് മഴ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിലാണ് മുരിങ്ങ നന്നായിട്ട് വളരുക. അതുപോലെ തന്നെ മണൽ കലർന്ന മണ്ണുണ്ടല്ലോ, അതിലാണ് ഉൽപ്പാദനം കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മുടെ തീരപ്രദേശങ്ങളിലും അതേപോലെ തന്നെ മണൽ പ്രദേശങ്ങളിലും മുരിങ്ങ നന്നായിട്ട് വളരുകയും ചെയ്യും, നല്ല ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും. പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻ്റ് ആണ് മുരിങ്ങയില. എന്നിരുന്നാൽ പോലും മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതാണ് നമുക്കിഷ്ടം. അപ്പോൾ അതിന് ചെറിയൊരു വിദ്യയുണ്ട് കേട്ടോ. നിറച്ചും കായ്ച്ചതിന് ശേഷം മുരിങ്ങയുടെ തണ്ട്, അതായത് മെയിൻ ബ്രാഞ്ച് ഒരു മീറ്റർ ഉയരത്തിൽ വെച്ച് പ്രൂൺ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയുള്ള ചെടിയാണെങ്കിലും പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. അതായത് മുരിങ്ങയിൽ തന്നെ നമുക്കറിയാം, ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മുരിങ്ങയുടെ പ്രധാന ബ്രാഞ്ച് തന്നെ പൊട്ടിപ്പോകാറുണ്ട്. അത്രയേ ഉറപ്പുള്ളൂ മുരിങ്ങയുടെ തണ്ടിന്. ആ പൊട്ടിപ്പോയ ബ്രാഞ്ചിൻ്റെ താഴെ വെച്ചിട്ട് പുതുതായിട്ടുള്ള ഒരുപാട് ശിഖരങ്ങളുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ മുറ്റത്തുള്ള മുരിങ്ങ ഞാൻ മനഃപൂർവ്വം മുറിച്ച് മാറ്റിയത് തന്നെയാണ്. 1 മീറ്റർ ഹൈറ്റ് വെച്ചിട്ട് മുറിച്ച് മാറ്റിയപ്പം നിറച്ചും ബ്രാഞ്ചസ് ഉണ്ടായി. ആ ബ്രാഞ്ചസിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള പൂക്കളാണിത്. മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് മുരിങ്ങയ്ക്ക് നല്ല വളപ്രയോഗം ആവശ്യമാണ്. അത് എന്തിനാണെന്നുള്ളതല്ലേ, കാരണം മുരിങ്ങയ്ക്കകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയുടെ വേര് പടലം എന്ന് പറയുന്നത് ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ സൂപ്പർഫിഷ്യലായിട്ടാണ് കൂടുതലും മുരിങ്ങയുടെ വേരുകൾ ഉണ്ടാവുക. അപ്പോൾ വളപ്രയോഗം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും മുരിങ്ങയ്ക്ക് നൽകണം. എന്നിരുന്നാൽ മാത്രമേ നിറച്ചും ഇലയും പൂവും കായും ഒക്കെ മുരിങ്ങയിൽ ഉണ്ടാവുള്ളൂ. ഒരു വർഷം ഏകദേശം 20 കിലോഗ്രാം ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളമോ മണിര കമ്പോസ്റ്റോ മുരിങ്ങയ്ക്ക് നൽകാം. ഒരാണ്ടിൻ മുരിങ്ങയാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ 100 ഗ്രാം വീതം യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ്യം നൽകാം. അതുപോലെ തന്നെ ഇത് ചേർത്തിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം ഒരു 50 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും കൂടി മുരിങ്ങയ്ക്ക് കൊടുക്കണം. എന്താണെന്നറിയോ, മുരിങ്ങയുടെ ഇലയിൽ മഞ്ഞളിച്ചിട്ട് പൊഴിഞ്ഞു പോകുന്നത് ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. അത് മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല പൊഴിഞ്ഞു പോക്ക് നമുക്ക് കുറക്കാൻ പറ്റും. വളപ്രയോഗം നടത്തുന്ന സമയത്ത് നനച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ മാസം കഴിഞ്ഞാൽ മുരിങ്ങ നനക്കാനേ പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടിക്കകത്ത് ഒരു സ്ട്രെസ് ഉണ്ടാവുകയും കാർബൺ നൈട്രജൻ അനുപാതത്തിൽ മാറ്റം വരികയും മുരിങ്ങ നന്നായിട്ട് പൂക്കുകയും ചെയ്യും. അതായത് പൂക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഡിസംബർ ടു ഫെബ്രുവരി വരെ മുരിങ്ങ പൂക്കുന്ന സമയമാണ്. ആ സമയത്ത് നനവ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് നിറച്ചും പൂത്ത് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് നനച്ചു കൊടുക്കണം. കാരണം ഈ കായ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം മുരിങ്ങയ്ക്കുണ്ട്. അപ്പോൾ പൂക്കേണ്ട സമയത്ത് നനക്കാതിരിക്കുകയും പൂത്ത് കഴിഞ്ഞതിന് ശേഷം നനച്ചു കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മുരിങ്ങയിൽ നിറച്ചും കായ ഉണ്ടാവും. അതും കൂടി ശ്രദ്ധിച്ചാൽ, അതായത് കട്ട് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്യുക, നനക്കേണ്ട സമയത്ത് നനച്ചു കൊടുക്കുക, വളപ്രയോഗം ചെയ്യേണ്ട സമയത്ത് അതും ചെയ്ത് കഴിഞ്ഞാൽ മുരിങ്ങ നിറച്ചും പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും.